നമസ്കാരം. നമ്മളുടെ ഒരു ലൈഫിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ കാണും. എനിക്കത് ചെയ്യണം, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഇന്നയാളെ കൂട്ടിക്കൊണ്ട് ഇന്നടത്ത് പോകണം എന്നൊക്കെ നമുക്ക് പല പല ഒത്തിരി വലിയ ആഗ്രഹങ്ങളാണെന്നില്ല, ചെറുതോ വലുതോ ആയിക്കോട്ടെ നമുക്ക് ആഗ്രഹങ്ങൾ കാണും. പക്ഷെ പലപ്പോഴും പല വ്യക്തികളും അതിപ്പം ജോലി ചെയ്യുന്ന വ്യക്തിയായാലും ശരി, വീട്ടിലിരിക്കുന്ന വ്യക്തിയായാലും ശരി, അല്ല പ്രവാസിയായാലും ശരി, ആരായാലും പല ആഗ്രഹങ്ങളും ഇവരിങ്ങനെ എന്താ പറയുക ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കാറില്ല. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഓരോരോ സാഹചര്യത്തിൽ ഇപ്പോൾ പൈസ കൂട്ടി വെച്ചെന്ന് പറഞ്ഞാലും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠിത്തം വരും, അല്ലെ വിവാഹം വരും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും, അല്ലെ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നമ്മൾ ചിലപ്പം ഓക്കെ നാളെ ചെയ്യാമെന്ന് മാറ്റി വെക്കും. പക്ഷേങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാതെ ചിലപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് തന്നെ ബൈ ബൈ പറഞ്ഞ് പോകേണ്ടി വരും. ആ സമയത്ത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്കൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാകാം. ആരോഗ്യം എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പം ഏറ്റവും നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് എന്നാ കുഴപ്പം, നമുക്ക് ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയില്ലാത്തതും വിഷമമില്ലാത്തതുമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ കുന്നം ചെയ്താലും നാളെ രാവിലെ നമ്മൾ എഴുന്നേൽക്കും, നമുക്ക് നടക്കാൻ പറ്റും, ജോലിക്ക് പോകാൻ പറ്റും, ആരെയും കൂസലില്ലാതെ നടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യം എന്തോ, എനിക്കെന്തിനാ പേടിക്കേണ്ടത്, ദൈവഭയമില്ല, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്യുന്നില്ല ഓക്കെയാണ്. പക്ഷേ ഒരു ദിവസം നമ്മൾ കിടന്നു പോയി കഴിഞ്ഞാൽ, അല്ല ഒരു ദിവസം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. അയ്യോ ഞാനത് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല, ഞാനത് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിച്ചാൽ അന്നേരം പിന്നെ നമുക്ക് തിരിച്ച് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെ ആയിപ്പോയിക്കോട്ടെ, ചിലപ്പോൾ ഒരു യാത്രയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരാളെ കാണുന്നതായിരിക്കും, നമ്മളത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കണം. കാരണം നാളെ എന്ന് പറയുന്നൊരു കാര്യം അത് ദൈവത്തിനുള്ളതാണ്. നമുക്കൊരു ഉറപ്പുമില്ല ഞാൻ നാളെ പെർഫെക്റ്റായിട്ടിരിക്കും, അല്ല ഞാൻ നാളെ ആരോഗ്യമായിട്ടിരിക്കും, അല്ല നാളെ ഞാൻ ജീവിച്ചിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞും പോയി. നമുക്കുള്ളത് സ്വന്തമായിട്ടുള്ള ഒരൊറ്റ കാര്യം ഇന്ന് എന്നുള്ള ഒറ്റ കാര്യമാണ്. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പണ്ടുള്ള ആൾക്കാർ പറയത്തില്ലേ, ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം, നാളത്തേക്ക് പഠിക്കാൻ വെച്ചേക്കരുത്. കാരണം നാളെ ചിലപ്പോൾ അങ്ങനെ സമയത്ത് പഠിക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും പ്രത്യേകിച്ച് പ്രവാസികൾ എനിക്ക് തോന്നുന്നത് അവരുടെ ആഗ്രഹങ്ങൾ അവരിങ്ങനെ കുഴിച്ചു മൂടി അതിൻ്റെ മണ്ടയ്ക്കൊരു വാഴ വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. ചെറുതോ വലുതോ ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ എവിടെയൊക്കെ ഒരു ഫാമിലിയായിട്ട് ടൂറിന് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മേടിക്കുന്ന കാര്യത്തെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കഴിക്കുന്ന കാര്യത്തെ പറ്റിയായിരിക്കും. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വലിയ എക്സ്പ്ലോർ ചെയ്ത് ചെയ്യണമെന്നല്ല പറയുന്നത്, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ശ്രമിക്കുക, ചെയ്യാൻ ശ്രമിക്കുക, ചെയ്യുക. അത് നമുക്കൊരു ലൈഫിലൊരു എപ്പോഴും ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ചിലപ്പം ചെറിയൊരു നമ്മൾ ഡിലേ ആക്കുന്നതാണ് ചിലപ്പം ഭയങ്കര ജീവിതത്തിൽ മുഴുവൻ ഒരു ലോസുമായിരിക്കും. താങ്ക് യു.